നിയമസഭാ സാമാജികർക്ക് ഇലയിൽ വിളമ്പിയ ഈ ഔഷധ സദ്യ നമ്മുടെ പണ്ടത്തെ പ്രകൃതി ഭക്ഷണ രീതിയുടെ ഓർമ്മപ്പെടുത്തലായി. ഒപ്പം ആഹാരം ഔഷധമാണ് എന്ന ഓർമ്മപ്പെടുത്തലുമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഔഷധ സദ്യ ആസ്വദിക്കാൻ എത്തിച്ചേർന്നു. പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ പി.കെ. കുഞ്ഞാലിക്കുട്ടി, നിയമസഭാ സ്പീക്കർ ശ്രീ ശ്രീരാമകൃഷ്ണൻ എന്നിവരും ഒപ്പമുണ്ടായി. തീർച്ചയായിട്ടും ഇത് അനുവദിക്കുന്നതിന് മുൻപ് ഞാൻ ഡോക്ടർ സജീവമായിട്ട് സംസാരിച്ചിരുന്നു. ഇത് ആളുകൾ സ്വീകരിക്കുമോ, സാമാജികരുടെ ഒരു ഉച്ചഭക്ഷണമാക്കുന്നതിനും അവർക്ക് പിന്നീട് എതിരഭിപ്രായം ഉണ്ടാവുമെന്ന് ചോദിച്ചിരുന്നു. അദ്ദേഹം പറയേണ്ടത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പൂർണ്ണമായിട്ട് ആസ്വദിക്കുന്ന അനുഭവമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ആ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞാൻ അനുവാദം കൊടുത്തത്. അപ്പോൾ അത് വളരെ ശരിയായിരുന്നു. നല്ല അനുകരണീയമായ മാതൃകയാണ്. ഞാൻ നിയമസഭയിൽ തന്നെ അനൗൺസ് ചെയ്യുകയുണ്ടായി, നിയമസഭാ സാമാജികർക്ക് എല്ലാവർക്കും ചേരാവുന്ന ചില പൊതുപ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ ആവശ്യമാണ്. അതിലൊന്നാണ് ഇപ്പോൾ കേരളത്തിലൊരു നല്ല ഭക്ഷണത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം, നല്ല ഭക്ഷണ പ്രസ്ഥാനം. അതിലേറ്റവും പരിഗണനാർഹമായ ഒരു മാതൃകയാണത്. വളരെ ചൊറികണ ഉൾപ്പെടെ, മഷിത്തണ്ട് ഉൾപ്പെടെ, താളും തകരയും ഒക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ വേസ്റ്റായിട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ സജീവ് എന്നോട് പറയുണ്ടായി, ഇതേപോലെ നാട്ടിൽ ഒരു പഞ്ചായത്തിലോ ഒരു മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ തന്നെ കൊടുക്കാൻ വേണ്ടുന്ന താളും തകരയും ചൊറിയണവും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ നാട് സുരക്ഷിതമാക്കാൻ കഴിയും. ആ രീതിയിൽ നമുക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് വലിയ സാധ്യതകളില്ലേ സർ? അതെ, തീർച്ചയായിട്ടും അതിനുള്ള മാർഗങ്ങളാണത്. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ലഭ്യമായ ഇലകളിൽ ബഹുഭൂരിപക്ഷവും ഭക്ഷണയോഗ്യമാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കുന്ന ഒരു അനുഭവമാണിത്. അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും അതിന് പദ്ധതികൾ കൃഷി വകുപ്പും ഒക്കെ ചേർന്ന് ആലോചിക്കാവുന്നതാണ്. സദ്യയിൽ വിളമ്പിയ ഓരോ ഭക്ഷണത്തിനും ഔഷധ ഗുണമുണ്ട്. മഷിത്തണ്ട് സാലഡ് ശരീരത്തിലെ അമിതോഷ്ണം കുറയ്ക്കും. പാവയ്ക്കയില ഇഞ്ചിത്തൈര് ഗ്യാസിനും പുളിച്ചു തികട്ടലിനും ഒറ്റമൂലിയാണ്. ചൊറിയണം സ്റ്റ്യൂ പ്രോട്ടീൻ സമൃദ്ധമാണ്. കാട്ടുചീര കടലക്കറി തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയാണ്. പ്ലാവില തോരൻ പ്രമേഹ രോഗികൾക്ക് ആശ്വാസം പകരും. ചേമ്പിൻ തണ്ട് അവിയൽ അസ്ഥി തേയ്മാനം ചേർക്കും. ഇങ്ങനെ പറയാൻ ഔഷധ വീരഗാഥകൾ അനേകമുണ്ട്. കേരളത്തിൽ പാരമ്പര്യ ഔഷധ സസ്യങ്ങളുടെ പ്രചാരത്തിന് കൃഷി വകുപ്പ് പ്രത്യേക പദ്ധതി കൊണ്ടുവരുമെന്ന് കൃഷിമന്ത്രി ശ്രീ വി.എസ്. സുനിൽകുമാർ പറഞ്ഞു.